ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വൈറ്റ് അക്രിലിക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു അക്രിലിക് കളർ ഉണങ്ങുന്നത് വരെയും നമ്മൾ ഈ ഒരു ബോട്ടിൽ മാറ്റി വെക്കാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എഴുതാനും വായിക്കാനും അറിയാവുന്ന ഏതൊരു ചെറിയ കുട്ടിക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ 76ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ആഘോഷിക്കുന്നത്. നമ്മൾ 75 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിൻ്റെയും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാണ്. അപ്പം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതവും ജീവനും അർപ്പിച്ചിട്ടുള്ള എല്ലാ ഇന്ത്യൻ ലീഡേഴ്സിനും ഒരു സെലൗട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇന്നും നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം നിലനിർത്തി തരുന്ന ആർമീസിനും നമുക്കൊരു സെലൗട്ട് കൊടുക്കുക. അവരുടെ ഒക്കെ ജീവിതം അവർ നമുക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്നും വെയിലും തണുപ്പും ചൂടും എല്ലാ കാര്യങ്ങളും സഹിച്ചിട്ട് സ്വന്തം ജീവനും ജീവിതവും അവർ നമുക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബഹുമാനവും ആ ഒരു റെസ്പെക്റ്റും എല്ലാ കാലവും നമ്മൾ ആർമീസിന് കൊടുക്കണം. അവരുടേതായിട്ടുള്ള ഫാമിലിക്കും നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് അക്രിലിക് കളർ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിവശത്തായിട്ട് ഗ്രീൻ അക്രിലിക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒരേ രീതിയിൽ വരയ്ക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള കളർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ ഓറഞ്ച് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഷേപ്പിൽ ഇന്ത്യൻ്റെ ഫ്ലാഗ് ചെയ്തെടുക്കുക. ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ കുറച്ച് വളഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റഫായിട്ട് ആ ഒരു ബോട്ടിലിൽ ആ ഒരു ഫ്ലാഗിൻ്റെ അടയാളം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്ക് നമ്മൾ ഒട്ടും കളർ യൂസ് ചെയ്യാതെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പിന്നീട് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റും റിപ്പബ്ലിക് ഡേ ക്രാഫ്റ്റും നമ്മൾ പിന്നീട് കമൻറ്റിൽ പ്ലേലിസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കയറി കാണാം. ഇപ്പോൾ നമ്മൾ ഗ്രീനും ഓറഞ്ചും കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ആ ഒരു മിഡിൽ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡബിൾ കോട്ടായിട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിനൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ഒരു കോട്ട് കൂടി അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു വൈറ്റ് അക്രിലിക് കളർ ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ അക്രിലിക് കളർ എടുത്തതിന് ശേഷം നമ്മൾ അശോക ചക്രമാണ് വരച്ചു കൊടുക്കുന്നത്. അശോക ചക്രത്തിലെ സ്തംഭങ്ങൾ നമ്മൾ റഫായിട്ട് ആദ്യം വരച്ചു കൊടുത്തതിന് ശേഷം അതിന് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൻ്റെ രീതിയിലാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള ബോട്ടിൽ നിങ്ങൾ ജസ്റ്റ് പോയിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മൾ അശോക ചക്രം വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഒരു കോഡ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 76th ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 76ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ആഘോഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ 75 കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആഘോഷമാണ് ഇത്തവണ മെയിനായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കോഡ്സ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുള്ളത് ഫ്രീഡം ഇൻ മൈൻഡ്, ഫെയ്ത്ത് ഇൻ വേർഡ്സ്, പ്രൈഡ് ഇൻ സോൾ എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് 76th ഇൻഡിപെൻഡൻസ് ഡേ എന്ന് കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കളർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാണിഷ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മളെ കളേഴ്സ് ഇളകി പോവാതെ ഇരിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ നനവുള്ള കൈ കൊണ്ടൊക്കെ തൊടുന്ന സമയത്ത് ആ ഒരു കളർ ഫെയ്ഡായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാർണിഷ് അടിച്ചെടുക്കുക. അപ്പോൾ വീട് റോഡ് സൈഡിലായതുകൊണ്ടാണ് നമ്മളെ വോയിസിൽ അത്രയും വെഹിക്കിൾസിൻ്റെ
സൗണ്ട് ഒരുപാടായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന മൈക്ക് കേടായി പോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ പെട്ടെന്ന് തന്നെ പുതിയ മൈക്ക് വാങ്ങിച്ചെടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ വോയിസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.